إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. സ്നേഹാദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ, മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളായ വിശുദ്ധ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളുമാണ് ഇഹപര ജീവിതത്തിൽ നമുക്ക് വിജയം നൽകുന്നത്. അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒട്ടേറെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ നാം ജീവിക്കുന്ന ഭൂമിയും നാം വസിക്കുന്ന നമ്മുടെ വീടും നാം ഭക്ഷിക്കുന്ന നമ്മുടെ ഭക്ഷണവും നാം ശ്വസിക്കുന്ന നമ്മുടെ വായുവും, അങ്ങനെ ചുറ്റുപാടുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളിൽ, സുഖങ്ങളിൽ, സന്തോഷങ്ങളിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവയൊക്കെ നാം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമേതാണ്? ആ അനുഗ്രഹം എന്ന് പറയുന്നത് വീടോ സൗകര്യങ്ങളോ ശാരീരികമായ ശേഷിയോ കഴിവുകളോ ഒന്നുമല്ല. അത് അള്ളാഹു നൽകിയിട്ടുള്ള ഹിദായത്താണ്. ആ ഹിദായത്തിനെ, അള്ളാഹു നൽകിയിട്ടുള്ള ഹിദായത്തിൽ സന്തോഷിക്കാൻ, ആ ഹിദായത്തിനെ അനുഭവിക്കാൻ, തണുപ്പനുഭവിക്കുന്നത് പോലെ, ചൂടനുഭവിക്കുന്നത് പോലെ ഹിദായത്തിന്റെ സുഖം നമ്മിൽ ഫീൽ ചെയ്യുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.
അള്ളാഹു നൽകിയിട്ടുള്ള ഹിദായത്ത് അതൊരു സന്തോഷമായി, അതിലൂടെ സമാധാനം കണ്ടെത്തുന്നവരായി, അതുള്ളത് കൊണ്ട് ജീവിതം സുഖകരമായി പോകുന്നു എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരുന്നുണ്ടോ? ഞാൻ ഓതി വച്ച വചനം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻഫാലിലെ 24-ാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂൽ, അള്ളാഹുവിനും അള്ളാഹുവിന്റെ ദൂതനും നിങ്ങൾ ഉത്തരം നൽകണം. അള്ളാഹുവിന്റെ വിളി, അള്ളാഹുവിന്റെ ദൂതന്റെ വിളി, ആ ക്ഷണം അത് നമ്മൾ സ്വീകരിക്കണം. ഇദാ ദഅാകും ലിമാ യുഹീകും, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നമ്മെ വിളിക്കുന്നത് ലിമാ യുഹീകും, നമുക്ക് ജീവൻ നൽകുന്ന ഒന്നിലേക്കാണ്, നമുക്ക് സജീവത നൽകുന്ന ഒന്നിലേക്കാണ്, നമുക്ക് ഊർജം നൽകുന്ന ഒന്നിലേക്കാണ്. അള്ളാഹുവിന്റെ വിളി അതിലേക്കാണ്. സജീവരാകാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മെ വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ വിളി സ്വീകരിച്ച് സജീവതയുള്ളവരാകാൻ, ജീവനുള്ളവരായി മാറാൻ, ദീൻ നാം സ്വീകരിക്കുന്നതിലൂടെ അത്തരത്തിലുള്ള ഒരനുഭവത്തിലേക്ക് മാറാൻ നമുക്ക് സാധ്യമായി തീർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മെ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് ദീൻ എന്ന് പറയുന്നത്? എന്തുത്തരമാണ് ദീൻ എന്ന് പറയുമ്പോ നമുക്ക് നൽകാനുള്ളത്? നമ്മൾ സ്വയം നമ്മോട് ആലോചിക്കേണ്ടുന്നൊരു വസ്തുതയാണത്. ജീവിതത്തിന് ജീവൻ നൽകുന്നതാണ്, ജീവിതത്തിന് സജീവത നൽകുന്നതാണ്. എന്നാൽ പുതിയ കാലഘട്ടത്തിലെ നമ്മുടെ മക്കൾ, വളർന്നു വരുന്ന പുതുതലമുറ, ജൻ സി എന്ന് പറയുന്നത്, അവർ ഈ ദീനിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അതൊരു സജീവതയുള്ളതായി, ജീവൻ നൽകുന്നതായി, ഊർജം നൽകുന്നതായിട്ടാണോ? അതല്ല, ഇതൊരു കുടുസതയുടേതായി, ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നായിട്ടാണോ അവർ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്? അങ്ങനെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞാനും നിങ്ങളുമാണോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അവർ അങ്ങനെ മനസ്സിലാക്കി എന്നത് ദീനിന്റെ യഥാർത്ഥമായ അന്തസത്തയെ അവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ലേ എന്നതാണ് നാം നമ്മെ പരിശോധിക്കേണ്ടത്. എന്താണ് മതം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, അൻ തമീമിദ്ദാരി റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അദ്ദീനു അന്നസീഹ, ദീൻ എന്ന് പറയുന്നത് നസീഹത്താണ്, ദീൻ എന്ന് പറയുന്നത് ഗുണം ആഗ്രഹിക്കലാണ്, ദീൻ എന്ന് പറയുന്നത് ആത്മാർത്ഥതയാണ്, ദീൻ എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്, ദീൻ എന്ന് പറയുന്നത് ഒരു കൗൺസിലിംഗ് ആണ്, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. അദ്ദീനു അന്നസീഹ. ഖുൽനാ, സ്വഹാബത്ത് ചോദിച്ചു, ലിമൻ, ആരോടാണ് പ്രവാചകരെ? ആരോടുള്ള ആത്മാർത്ഥതയാണ്? ലില്ലാഹി, അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥതയാണ്. അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥത നമ്മിൽ എത്രയുണ്ട് നമ്മൾ പരിശോധിക്കുക. ആരാധനകൾ അനുഷ്ഠിക്കുന്നുണ്ട്, അള്ളാഹുവിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആരാധനകളും ആ ആരാധനകളിലൂടെ ഒരു സമാധാനവും സ്വസ്ഥതയും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ജുമഅയുടെ നേരമാകുമ്പോ പള്ളിയിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അത് നഷ്ടമായി പോകുമോ എന്നോർത്ത് മനസ്സിൽ വല്ലാത്ത നോവ് അനുഭവപ്പെടുന്നുണ്ടോ? ആരാധനകൾ, അവയുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോ അതിൽ വല്ലാത്ത വേദന അനുഭവപ്പെടുന്നുണ്ടോ? ലില്ലാഹി,
അദ്ദീനു അന്നസീഹത്തു ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥതയാണ്. വലി കിതാബിഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോടുള്ള, അള്ളാഹുവിന്റെ വചനങ്ങളോടുള്ള, വലി റസൂൽ, അള്ളാഹുവിന്റെ ദൂതനോടുള്ള ആത്മാർത്ഥതയാണ്, വിശ്വസ്തതയാണ്. അതുപോലെ തന്നെ വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമുകളുടെ അഇമ്മത്തുകളോടുള്ള, നേതാക്കളോടുള്ള ആത്മാർത്ഥതയാണ്. വലി അമ്മത്തിഹിം, എല്ലാ ജനങ്ങളോടുമുള്ള, എല്ലാ ജനങ്ങളുടെയും ഗുണം ആഗ്രഹിക്കലാണ്. എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് തണലായി മാറലാണ്. എല്ലാവർക്കും നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കലാണ്. ആരെയും ഉപദ്രവിക്കാതിരിക്കലാണ്. ആരെയും വഞ്ചിക്കാതിരിക്കലാണ്. എല്ലാവരും എന്നെ വിശ്വസിക്കലാണ്. കുറവുകൾ, മറ്റുള്ളവരുടെ കുറവുകൾ മറച്ചുവെക്കലാണ്. പ്രിയമുള്ളവരെ, എന്റെ ദീൻ എത്രയുണ്ട് എന്നത് നാം നമ്മെ പരിശോധിക്കേണ്ടുന്ന വസ്തുതയാണ്. ലില്ലാഹി, അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥത എത്രയുണ്ട്? നമ്മളെല്ലാം ദീനിന്റെ ആളുകളാണ്, മതത്തിന്റെ അനുയായികളാണ്, അത് സ്വീകരിച്ചവരാണ്, അത് അനുഷ്ഠിക്കുന്നവരാണ്, മതമനുഷ്ഠിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ അവിടെ അള്ളാഹുവിനോടുള്ള, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോടുള്ള, അള്ളാഹുവിന്റെ ദൂതനോടുള്ള, നമ്മുടെ കൂടെ ജീവിക്കുന്നവരോടുള്ള ആത്മാർത്ഥതയും വിശ്വസ്തതയും നന്മ ആഗ്രഹിക്കലും ആയി അത് മാറുന്നുണ്ടോ എന്ന് നാം നമ്മെ പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ അളവെത്രയാണ്? എവിടെയാണ് നമുക്ക് പോരായ്മ സംഭവിച്ചിട്ടുള്ളത്? നോക്കൂ നിങ്ങൾ, അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. അവിടെ ഒരു പരിധി നിശ്ചയിച്ചിട്ടില്ല റബ്ബ്. പക്ഷേ സമ്പത്ത് എന്ന് പറയുന്നത് അതൊരു പദവിയോ അതൊരു സ്ഥാനമോ, സമ്പത്തുള്ളവർക്ക് മാത്രം നൽകേണ്ടെന്ന മതത്തിലോ രാഷ്ട്രീയത്തിലോ മഹല്ലിലോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാനമുണ്ടോ? അവരുടെ വോയിസുകളാണ് വോയിസുകൾ, അവർക്കേ പറയാൻ പാടുള്ളൂ, അവരെ മുന്നിൽ നിൽക്കാൻ പാടുള്ളൂ. അങ്ങനെയൊന്നുണ്ടോ? സമ്പത്തല്ലല്ലോ ഒരാൾക്ക് നേതൃത്വമോ പദവികളോ സ്ഥാനങ്ങളോ നൽകേണ്ടത്. ആ സമ്പത്ത് എങ്ങനെയും സമ്പാദിക്കുക എന്നിടത്തേക്ക് പുതിയ കാലം മാറിയിട്ടുണ്ടോ ആലോചിക്കേണ്ടതുണ്ട്. നാം നമ്മുടെ മക്കളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന മെസ്സേജ് എന്താണ്? എങ്ങനെയെങ്കിലൊക്കെ പണം ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലൊക്കെ സമ്പാദിക്കണം. അവർ അങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് മയക്കുമരുന്നിന്റെയും അതുപോലെ തന്നെയുള്ള പലതിന്റെയും കാരിയർമാരായി അവർ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. നല്ല വിദ്യാഭ്യാസമുള്ള, ബിരുദമുള്ള 1-2 വർഷത്തെ പഠനം കഴിഞ്ഞിറങ്ങിയാൽ അവർ സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ടവരോ ബഹുമാനിക്കപ്പെടേണ്ടവരോ ഒക്കെയാണ്. പക്ഷേ അവരാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകളിൽ കുടുങ്ങുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത്. സമ്പത്തുണ്ടാക്കുക എന്നത് അത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിത്തീരുക എന്നതാണോ? വെറുതെ പണം കിട്ടുക എന്ന് പറയുന്നത്, അവിടെ ദീൻ, നാം സമ്പാദിക്കുന്നിടത്ത്, സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത് ദീനുമായി നാം എവിടെയാണ് നിൽക്കുന്നത്? അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥതയിൽ, സാമ്പത്തികമായ മേഖലയിൽ ഞാനും നിങ്ങളും എവിടെയാണ്? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോടുള്ള ആത്മാർത്ഥതയിൽ, സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാനും നിങ്ങളും എവിടെയാണ്? ആലോചിക്കേണ്ടതില്ലേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിലെ സമ്പന്നനായ മനുഷ്യനായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോരുകയാണ്. എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. മക്കയിലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ, അദ്ദേഹം ഒന്നുമില്ലാതെയാണ് മദീനയിലേക്ക് എത്തുന്നത്. എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. അൻസാരികൾ അദ്ദേഹത്തിന്റെ അരികിൽ വന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് അവർ പറഞ്ഞു, ഞങ്ങളുടെ സമ്പത്ത് തരാം, ഞങ്ങളുടെ സമ്പത്തിന്റെ പകുതി തരാം. അദ്ദേഹം പറഞ്ഞത്,
എനിക്ക് നിങ്ങളുടെ സമ്പത്ത് ആവശ്യമില്ല, എനിക്ക് നിങ്ങൾ അങ്ങാടി കാണിച്ചു തന്നാൽ മതി, ഞാൻ കച്ചവടം ചെയ്ത് ജീവിച്ചു കൊള്ളാം എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, എങ്ങനെയെങ്കിലും സമ്പാദിക്കുക എന്നിടത്ത് നിന്ന് നാം മാറേണ്ടതില്ലേ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ദീൻ, മതം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ആരാധനകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടുന്ന ഒന്നാണോ? ആരാധനകളിൽ നമ്മൾ മതം പറയുന്ന അതിരുകൾ ലംഘിക്കാറില്ല. 4 റക്അത്തുള്ള നമസ്കാരത്തിൽ 5 റക്അത്താവുകയോ 3 റക്അത്താവുകയോ ചെയ്യാറില്ല. ആരാധനകളിൽ, അനുഷ്ഠാനങ്ങളിൽ, നോമ്പ്, അതുപോലെ തന്നെയുള്ള ഓരോ കർമ്മങ്ങളെയും, ഹജ്ജ് കർമ്മത്തെ കുറിച്ച് ആലോചിച്ചാൽ അവയുടെ കർമ്മങ്ങളിൽ, തവാഫിന്റെ ചുറ്റലിൽ അത് 7 8 മാറാറില്ല. അവിടെ അനുഷ്ഠാനങ്ങളിൽ മതത്തിന്റെ എല്ലാ നിയമങ്ങളെയും വളരെ കൃത്യമായി ഞാനും നിങ്ങളും പാലിച്ചു വരുന്നുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മതത്തിൻ്റെതായ ചിട്ടകൾ, മതത്തിൻ്റെതായ നിയന്ത്രണങ്ങൾ, മതത്തിൻ്റെതായ അതിരുകൾ, അവയിൽ നിൽക്കാൻ നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ? പുരുഷൻ വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയാണ്? ആ വസ്ത്രധാരണത്തിന്റെ രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, നിര്യാണിയുടെ താഴെ നമ്മുടെ വസ്ത്രം നീണ്ടുപോകാൻ പാടില്ല, നിലത്തിഴയാൻ പാടില്ല. പ്രവാചകൻ ഗൗരവത്തോടുകൂടി വിലക്കിയിട്ടുള്ള ഒന്നാണത്. എന്നാൽ അവിടെ ആ നിയന്ത്രണത്തിൽ, നമസ്കാരത്തിന്റെ നിയന്ത്രണം പാലിക്കുന്ന നമ്മൾ, റമദാനിന്റെ നോമ്പിനെ കുറിച്ച് ആലോചിക്കുന്ന നമ്മൾ, സുന്നത്ത് നമസ്കാരത്തിലെ 2 റക്അത്ത് 3 റക്അത്ത് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന നമ്മൾ, നമ്മുടെ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ അത് പാലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സ്ത്രീകൾ അവരുടെ വസ്ത്രധാരണത്തെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നു. അവരുടെ മുഖമക്കനകളെ മാറിലേക്ക് താഴ്ത്തിയിടണം. മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ അത് അന്യരുടെ മുൻപിൽ, അനാവശ്യമായി അന്യരുടെ മുൻപിൽ അത് തുറന്നിടാൻ പാടുള്ളതല്ല. മാന്യമായ വസ്ത്രധാരണ രീതി അള്ളാഹു പഠിപ്പിച്ചു തന്നു, പറഞ്ഞു തന്നു. പ്രവാചകൻ അതിന്റെ മാതൃക കാണിച്ചു തന്നു. എന്തിനു വേണ്ടിയാണ്? മതം, ആ മതം അത് നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി കൊണ്ടാണ്. അതൊരു കെയറിംഗ് ആണ്, അതൊരു സുരക്ഷിതത്വമാണ്. അതിലൂടെ ഒരു സേഫ്റ്റിയാണ് അവൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്റ്റൈലുകൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ആലോചിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, അവർ മറ്റൊരു വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നത് പോലെ അവരുടെ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയാത്തത്? നോക്കൂ നിങ്ങൾ, വിവാഹ ദിവസങ്ങൾ എല്ലാവരും നമ്മുടെ മകളെ ശ്രദ്ധിക്കുന്ന ദിവസമേതാണ്? അത് അവളുടെ വിവാഹത്തിന്റെ ദിവസമാണ്. എന്നാൽ അവൾ ഏറ്റവും മാന്യമായി വസ്ത്രം ധരിക്കേണ്ട ദിവസമേതാണ്? അത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ആ ദിവസം തന്നെയാണ്. എന്നാൽ ഏറ്റവും അശ്രദ്ധമായി ആ ദിവസം ഒരു ഇളവ് വാപ്പയും ഉമ്മയും അന്നൊരു ദിവസമല്ലേ എന്ന് നൽകാറില്ലേ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്? മതത്തിന്റെ പരിധികളെ, ദീനിന്റെ നിയന്ത്രണങ്ങളെ അവിടെ നമുക്ക് നിൽക്കാൻ കഴിയാത്തത്? അവരുടെ മക്കളുടെ, ഭാര്യയുടെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ, ദീനിന്റെ നിയന്ത്രണങ്ങളിൽ നമുക്ക് നിൽക്കാൻ കഴിയാത്തത്? ശുദ്ധ ഖുർആനിന്റെ ഒരു വചനം ഇങ്ങനെയാണ്: വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരാണ് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, അള്ളാഹുവിനെ ഓർക്കാൻ ആർക്കാണ് സാധ്യമായി തീരുന്നത്? അവർക്ക് അതിലൂടെ, അവർക്കുള്ള വഴി, അവർക്കതിലൂടെ ഒരു സമാധാനം, ഒരു തുറവി അള്ളാഹു നൽകുന്നതാണ് എന്നതാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഇഖ്ലാസിന്റെ മേഖലയാണ് പറഞ്ഞു വച്ചത്. ആരാധനകളിൽ ആ ഇഖ്ലാസ് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ? നമ്മളെ പരിശോധിക്കേണ്ടതാണ്. നിങ്ങളെയല്ല, ഞാൻ എന്നെ ചേർത്ത് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു സാറ്റിസ്ഫാക്ഷൻ അതിലൂടെ നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ?
ഒരു ജോലി ചെയ്യുമ്പോ, ഒരു കത്തെഴുതുമ്പോ, ഒരു മെസ്സേജ് അയക്കുമ്പോ, ഒരു ഫോട്ടോ എടുക്കുമ്പോ അതിന്റെ എല്ലാ തലങ്ങളും നോക്കി അതിലൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ മതത്തിന്റെ ആരാധനകളിൽ, അനുഷ്ഠാനങ്ങളിൽ, നിയമങ്ങളിൽ, നിയന്ത്രണങ്ങളിൽ നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക. കഴിയുന്നില്ലെങ്കിൽ മതം നമ്മൾ പ്രയാസകരമായിട്ടാണോ അതല്ല ആത്മാർത്ഥമായിട്ടാണോ സ്വീകരിച്ചിട്ടുള്ളത്, അതിനെ അംഗീകരിച്ചിട്ടുള്ളത്, മതത്തിന്റെ നിയമങ്ങളെ, നിയന്ത്രണങ്ങളെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടുന്ന മറ്റൊരു വചനം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നദ്ദീന യുസ്റുൻ. ദീൻ എന്ന് പറയുന്നത് യുസ്റുൻ, അത് എളുപ്പമാണ്. അതാരെയും ബുദ്ധിമുട്ടിക്കാനോ പ്രയാസപ്പെടുത്താനോ കഷ്ടപ്പെടുത്താനോ ഞെരുക്കം വരുത്താനോ അല്ല. ദീൻ എന്ന് പറയുന്നത് എളുപ്പമാണ്. വലൻ യുശാദ്ദദ്ദീന ഇല്ലാ ഗലബഹു. അത് അതിരുകടക്കാൻ ആരാണോ ശ്രമിക്കുന്നത്, അതിരുകടക്കാൻ ശ്രമിച്ചാൽ അവൻ അതിൽ തോൽവി സംഭവിച്ചു പോകും. ദീൻ എന്ന് പറയുന്നത് അതിന്റെ ഫസദ്ദിദു, അതിന്റെ മിതമായ രംഗത്ത് നിൽക്കാൻ കഴിയണം. വഖാരിബു, ദീനിന്റെ നിയമങ്ങളോട് പരമാവധി അടുത്തു നിൽക്കാൻ, അടുത്തടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമായി തീരണം. വഅബ്ശിറു, വഅബ്ശിറു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. വഅബ്ശിറു എന്താ പറഞ്ഞാൽ സന്തോഷ വാർത്തയാകണം. ഒരു സൽക്കർമ്മം, അതിലൂടെ ഒരു പ്രതിഫലം കിട്ടുമെന്ന ഒരു സന്തോഷം നമുക്കുണ്ടാകണം. വസ്ത്രം ധരിക്കുകയാണ്, വലത് കൈ ആദ്യം ആരംഭിക്കുമ്പോ ഇതെനിക്കൊരു പ്രതിഫലം കിട്ടാനുള്ള വഴിയാണ്. ബാത്റൂമിലേക്ക് പ്രവേശിക്കുകയാണ്, ഇടതുകാല് വെച്ച് ഞാൻ പ്രവേശിക്കുമ്പോ ഇതെനിക്ക് പ്രതിഫലാർഹമായൊരു കാര്യമാണ്. ഒരു സഹോദരനെ കണ്ടുമുട്ടുകയാണ്, ഒന്ന് ചിരിക്കുന്നതിലൂടെ അതൊരു സ്വതക്കയാണ്, ഒരു പ്രതിഫലാർഹമായ കാര്യമാണ്. ജീവിതത്തിന്റെ കുഞ്ഞു കുഞ്ഞു കർമ്മങ്ങളെ, സൽക്കർമ്മങ്ങളെ അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷമായി, അബ്ശിറു, ഒരു ബിശാറത്തായി, സന്തോഷമായി നമ്മൾ കണ്ടു നോക്ക്. ഒരാളെ സഹായിക്കുന്നു, ഒരാളുടെ കൈ ഒന്ന് പിടിച്ചു കൊടുക്കുന്നു, ഒരാൾക്കൊന്ന് ഒരു സാവകാശം നൽകുന്നു, ഒരാൾക്കൊന്ന് മാറിക്കൊടുക്കുന്നു, ഒരാൾക്കൊന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നു. ഒന്ന് ചെറിയ ഒരു കാര്യം ശല്യമായല്ലോ, അല്ല, ഒരു സൽക്കർമ്മമായി, ഒരു പ്രതിഫലാർഹമായ കാര്യമായി അങ്ങനെ കർമ്മങ്ങൾ ചെയ്തു നോക്കൂ. നമുക്ക് അതിലൂടെ സമാധാനമുണ്ടാകും. അത് ചെയ്തു കഴിയുമ്പോ സന്തോഷമുണ്ടാകും. അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ അറിയാതെ, ചിലരെ നമ്മൾ മുൻധാരണകൾ വെച്ച് പലരോടും നമ്മൾ ഇടപഴകാറുണ്ട്. അതുകൊണ്ട് ശല്യം കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യും. ചെയ്തു കഴിയുമ്പോഴാണ് അത് വലിയ ഒരു കാര്യമായിരുന്നു എന്ന് അയാൾ നമ്മളോട് പറയുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക. അപ്പോൾ ഓർക്കൂ, ഞാൻ വലിയൊരു കാര്യമാണല്ലോ ചെയ്തത് എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. പക്ഷെ എന്താ, ആ സമയത്ത് ചെയ്തു പോയത് എങ്ങനെയായിരുന്നു, എങ്ങനെയെങ്കിലൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചാണ്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധ്യമാകണ്ടേ? അബ്ശിറു, സന്തോഷമാകണം, സന്തോഷ വാർത്തയാകണം, പ്രതിഫലാർഹമായി മാറണം. അത് വഇൻ ഖല്ല, ചെറിയ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും, ചെറുതാണെങ്കിൽ പോലും അതിനെ പ്രതിഫലാർഹമായ ഒരു കാര്യമായി കണ്ടുകൊണ്ട് അവയെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. വസ്തഈനു ബിൽ ഗദ്വത്തി വറൗഹ, അള്ളാഹുവിനോട് രാവിലും പകലിലുമൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമായി തീരണം എന്നത് ആ ഹദീസിന്റെ ഭാഗമാണ്. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, സാധാരണ നമ്മൾ കേട്ടു വന്നിട്ടുള്ള ഒരു വചനം, അതിന്റെ ബാക്കി ഭാഗം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അൽ ഹലാലു ബയ്യിൻ, ഹലാല് വ്യക്തമാണ്. വൽ ഹറാമു ബയ്യിൻ, ഹറാമുകളും വ്യക്തമാണ്. നമ്മൾ പല കാര്യങ്ങളും ഹറാമാണ് എന്ന തീർച്ചയായും ഉള്ളൊരു ബോധ്യത്തിലാണ് പല ഹറാമുകളിലും ചിലപ്പോൾ നമ്മൾ ചെയ്യാറുള്ളത്. പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്നറിയാം, പക്ഷെ എന്നാലും അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ, രണ്ടും വ്യക്തമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വബൈനഹുമാ, ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ മുശബ്ബഹാത്തുൻ, മുശബ്ബഹാത്തുകളുണ്ട്, സദൃശ്യമായ ചില കാര്യങ്ങളുണ്ട്. അത് അധികം ആളുകൾക്കും അറിയില്ല. ഫമൻ ഇത്തഖൽ മുശബ്ബഹാത്ത്,
ആ സദൃശ്യമായ കാര്യങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അവൻ അവന്റെ ദീനിനെയും അവന്റെ അഭിമാനത്തെയും സംരക്ഷിച്ചു. എന്നിട്ട് ഉദാഹരണം പറയുകയാണ്. ഒരു രാജാവിന്റെ ഒരു അതിർത്തിയാണ്. ആ അതിർത്തിയുടെ തൊട്ടരികത്ത് കൊണ്ടുവന്ന് മൃഗങ്ങളെ മേയാൻ വിടുകയാണ്, അഴിച്ചു വിടുകയാണ്. ആ മൃഗങ്ങൾ ഏത് സമയത്തും ആ അതിർത്തി ഭേദിക്കാം. കാരണം അവർക്കറിയില്ല അത് അതിർത്തിയാണെന്നും രാജാവുണ്ടെന്നും അവിടെ ഒരു അതിരുണ്ടെന്നും അവിടെ ഒരു അളവുണ്ടെന്നും അവർക്കറിയില്ല. അതുകൊണ്ട് ആ അതിരുകൾ അവ ഭേദിക്കാം. അതുകൊണ്ട് മുശബ്ബഹാത്തുകൾ, ആ മുശബ്ബഹാത്തുകളിലൂടെ നമ്മൾ കഴിയുമ്പോ ആ മുശബ്ബഹാത്തുകൾ നമ്മൾ അതിരുഭേദിക്കുന്നിടത്തേക്ക് എത്തിപ്പോകും. നമ്മുടെ ചില കാര്യങ്ങൾ, ചില പ്രവർത്തനങ്ങൾ ഹറാമിന്റെ അതിരുകൾ ഭേദിച്ച് ഹറാമിലേക്ക് എത്താനുള്ള വഴിയായി അത് മാറിത്തീരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വെച്ചത് ദീൻ എന്ന് പറയുന്നത് നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. അള്ളാഹുവിനോട്, റസൂലിനോട്, ഗ്രന്ഥത്തോട്, നമ്മുടെ ഇമാമുമാരോട്, അതുപോലെ തന്നെ പൊതുസമൂഹത്തോട്, മുഴുവൻ മനുഷ്യരോടുമുള്ള ഗുണകാംക്ഷയാണ്, നന്മ ആഗ്രഹിക്കലാണ്. 2, ദീൻ എന്ന് പറയുന്നത് യുസ്റുൻ, അത് മനുഷ്യർക്ക് എളുപ്പമുണ്ടാക്കാൻ വേണ്ടിയാണ്, ആരെയും പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല. എല്ലാവർക്കും അത് എളുപ്പമാണ്. ആ ദീനിലൂടെ നാം കണ്ടെത്തേണ്ടത് സമാധാനമാണ്. ദീൻ ഉപേക്ഷിക്കാൻ പറഞ്ഞു പല ആളുകളും. ദീനു മൈ ബോഡി മൈ ചോയ്സ്, മൈ ലൈഫ് മൈ റൂൾസ്. എന്റെ ബോഡി എന്റെ ചോയ്സാണ്, എന്റെ ജീവിതം എന്റെ നിയമങ്ങളാണ്, അല്ലാതെ വേറൊരു നിയമവും ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് മതനിരാസം കൊണ്ടുവരുന്ന ആളുകളുണ്ട്. ആ മതനിരാസത്തിന്റെ ആളുകൾ, അവർക്ക് ഒരു നന്മയും സമൂഹത്തിലേക്ക് പകരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ആ പറയുന്നതിലൂടെ സമൂഹത്തിൽ എല്ലാ അധാർമികതകളും, അത് വ്യഭിചാരമാണെങ്കിലും അതുപോലെ തന്നെയുള്ള തോന്നിയവാസങ്ങളാണെങ്കിലും അന്യന്റെ മുതലുകളെ അപഹരിക്കുന്നവയാണെങ്കിലും എല്ലായിടത്തും മൈ റൂൾ മൈ ലൈഫ് ആണെങ്കിൽ എനിക്ക് തോന്നിയതുപോലെ ചെയ്യാവുന്നൊരവസ്ഥയാണല്ലോ. അതുകൊണ്ട് മതം നമ്മുടെ ജീവിതത്തിൽ സമാധാനമായി, സന്തോഷമായി, ഹാപ്പിയായി, സാറ്റിസ്ഫാക്ഷനായി മതം നമുക്ക് മാറിത്തീരേണ്ടതുണ്ട്. അത്തരത്തിൽ മതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആരാധനകളിൽ മാത്രം ഒതുങ്ങാതെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മതത്തെ ഉൾക്കൊള്ളാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഷഹാദത്ത് ചൊല്ലിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ ജീവിതത്തിൽ ഷഹാദത്ത് ചൊല്ലിയ സമയം മുതൽ മരണം വരെയുള്ള എല്ലാ ദിവസവും ലഹരി വിരുദ്ധ ദിനം തന്നെയാണ്. അതങ്ങനെ തന്നെയാണ് നാം സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. പ്രവാചകൻ അതിനെ ഗൗരവപൂർവം ഉണർത്തിയത് കുല്ലു മുസ്കരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും അത് നിഷിദ്ധമാണ് എന്നതാണ്. എത്ര സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ ഉണർത്തിയതാണ്. നോക്കൂ, നിങ്ങൾ ലോകത്ത് ലഹരി മുക്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ യാതൊരു സംഹിതകൾക്കും നാഗരികതകൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ നാഗരികതക്കല്ലാതെ, ഇസ്ലാമിക നാഗരികതക്കല്ലാതെ ലോകത്തൊരു സമൂഹത്തിനും കഴിഞ്ഞുപോയ ചരിത്രത്തിൽ അവിടെ അവർക്കൊന്നും തന്നെ ലഹരി മുക്തമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സമൂഹത്തെ ഘട്ടം ഘട്ടമായി അതിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ മദ്യത്തിൽ മുങ്ങിക്കുളിച്ചിരുന്നവർ, മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ എന്നെ കുഴിച്ചിട്ടാൽ ആ മുന്തിരിയുടെ വേരുകളിലൂടെ എന്റെ എല്ലുകൾക്ക് മദ്യത്തിന്റെ രുചി നുണയാമല്ലോ എന്ന് പാടിയ കവികൾ, അത്തരത്തിലുള്ള ആളുകളെയാണ്
വയുസക്കീഹിം, പ്രവാചകൻ സംസ്കരിച്ചെടുത്തത്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, മതമുപേക്ഷിച്ച രാജ്യങ്ങളുണ്ട്. ലഹരിയിൽ നിന്ന് മോചിതരാകാൻ അവർക്ക് സാധ്യമായി തീർന്നിട്ടില്ല. മതമാണ് നമുക്ക് പരിഹാരമായി ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ലഹരിയിൽ പെട്ടുപോയ മനുഷ്യരുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ അനുജന്മാരുണ്ട്. അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒഴിവാക്കേണ്ടവരല്ല, അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് അത്തരത്തിലുള്ള കെണികളിലേക്ക് അവർ വീണുപോയിട്ടുണ്ടെങ്കിൽ തുടർച്ചയായ അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് നന്മയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. അവർ ഈ സമൂഹത്തിന്റെ ഭാഗമായി മാറണം. അതിനവർക്ക് വേണ്ട കൃത്യമായ പരിചരണങ്ങളും കൗൺസിലിങ്ങുകളും കൃത്യമായ അവർക്ക് വേണ്ട ഡി അഡിക്ഷൻ പ്രവർത്തനങ്ങളും പള്ളികളുടെ മഹല്ലുകളുടെ അജണ്ടകളായി മാറണം. പള്ളികളും മഹല്ലുകളും മഹല്ല് കമ്മിറ്റികളും അത്തരത്തിലുള്ള യുവതലമുറകൾക്ക് വേണ്ട അവരുടെ കൃത്യമായ വളർച്ചയ്ക്ക് വേണ്ട ഉന്നമനത്തിനു വേണ്ട കാര്യങ്ങൾക്ക് അവരോടൊപ്പം നിൽക്കാൻ സാധ്യമായി തീരേണ്ടതുണ്ട്. അപ്പോഴാണ് ഒരു സമകാലിക ലോകത്ത് മഹല്ലുകൾക്ക് അവയുടെ ബാധ്യത നിർവഹിച്ചു എന്ന് നമുക്ക് പറയാൻ സാധ്യമാവുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 91-ാമത്തെ വചനം ഇത്തരത്തിലുള്ള ലഹരികൾ, ഇത്തരത്തിലുള്ള കെണികൾ ഒരു സമൂഹത്തിന്റെ പരസ്പരമുള്ള അദാവത്തിലും ബഗ്ളായിലേക്കുമാണ് എത്തിക്കുക എന്ന് ഖുർആൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. ശത്രുതയിലേക്കെത്തുന്ന, കോപത്തിലേക്കെത്തുന്ന ഒന്നായി അതിനെ വിശുദ്ധ ഖുർആൻ എണ്ണുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ 9 ആളുകളെ ശപിച്ചു എന്ന്, അള്ളാഹു ശപിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ലഅനല്ലാഹുൽ ഖംറ വശാരിബഹ വസഖിയഹ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. 9 ആളുകളെയാണ് പ്രവാചകൻ അവിടെ എണ്ണിയിട്ടുള്ളത്. മദ്യത്തെ, അത് ചുമക്കുന്നവനെ, അത് കുടിക്കുന്നവനെ, കുടിപ്പിക്കുന്നവനെ, പ്രോത്സാഹനം നൽകുന്നവനെ, കല്യാണത്തിന്റെ രാവുകളിൽ കൂട്ടുകാർക്ക് മദ്യം വിളമ്പിയിട്ടില്ലെങ്കിൽ അവർ കല്യാണത്തിൽ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞ് മുസ്ലിം വീടുകളുടെ പിന്നാപ്പുറങ്ങളിൽ മദ്യം വിളമ്പുന്ന മദ്യസൽക്കാരങ്ങൾ നടക്കുന്നു എന്നത് ഏറെ അപകടകരമായ വസ്തുതയാണ്. മദ്യം വഹിക്കുന്നവന്, ചുമക്കുന്നവന്, സപ്പോർട്ട് ചെയ്യുന്നവന്, കൂടെ നിൽക്കുന്നവന്, അതുപോലെ തന്നെ അതിനുവേണ്ടി വാഹനം ഏർപ്പാടാക്കുന്നവനെ പോലും എല്ലാവരെയും ശപിച്ചുകൊണ്ടാണ് ആ ഹദീസിന്റെ ആശയത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമായി തീരുക. അത്തരത്തിലൊരു മദ്യഷാപ്പിലേക്കുള്ള എന്റെ ഓട്ടം, അതിന്റെ വാടക എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. ലഹരിയിലേക്ക് എത്തുന്ന മക്കൾ, പുതുതലമുറ, അവയുടെ കാരണങ്ങളെ പരിശോധിക്കുമ്പോ നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങൾ അതിനൊരു കാരണമാണ് എന്നത് സുഹൃത്തുക്കളെ ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. ഉമ്മയും ഉപ്പയും ഒരുമിച്ചിരുന്ന് അവയുടെ പരിഹാരങ്ങൾ ആലോചിക്കാൻ സാധ്യമായി തീരേണ്ടതുണ്ട്. അവിടെ നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങൾക്ക് അവിടെ മതവുമായി ബന്ധപ്പെടുന്നിടത്ത് വലിയ പങ്കുണ്ട് എന്ന് നമുക്കവയെ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അത്തരം കെണികളിൽ നിന്ന് പുതുതലമുറകളെ, നമ്മുടെ മക്കളെ മോചിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം ഉണർത്തുന്നത്, ഹജ്ജിനു വേണ്ടി അപേക്ഷിക്കേണ്ട ഒരു സമയമാണ്. ഹജ്ജ് എന്ന് പറയുന്നത് അത് പ്രായമായവരുടെ എല്ലാ ബാധ്യതകളും തീർന്ന്, എല്ലാ കടങ്ങളും തീർന്ന് മക്കളെയൊക്കെ കെട്ടിച്ച് എന്നിട്ട് പോകേണ്ട ഒരു കർമ്മത്തെ കുറിച്ചല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കഴിവും ആരോഗ്യവും ശേഷിയുമുള്ള ആളുകൾ, യുവാക്കളിൽ അത്തരത്തിലുള്ള ആളുകളുണ്ട്. അത്തരത്തിൽ ആളുകൾ, അവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ഗവൺമെന്റിൽ ഹജ്ജിനു വേണ്ടി അപേക്ഷിക്കാൻ കഴിയുന്ന സമയമാണ്. അവയുടെ ട്രെയിനർമാരും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ഏരിയകളിൽ ഓരോ ട്രെയിനർമാർ ഗവൺമെന്റിന് കീഴിൽ തന്നെയുണ്ട്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹജ്ജിനു വേണ്ടി അപേക്ഷിക്കാനും അതിനുവേണ്ടി തൽപരരായി മുന്നിട്ടിറങ്ങാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മുഅ്മിനുകളിൽ, മുത്തഖികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, പോരായ്മകൾ ഞങ്ങൾക്കു നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ആരാധനകളും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ നാഥ. ഞങ്ങളിൽ കടബാധ്യതകൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ
കടബാധ്യതകളിൽ നിന്ന് സമാധാനം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. രോഗികളായവർ, പ്രായമേറിയവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അള്ളാഹുവേ അവർക്ക് സമാധാനം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ നാഥ. നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ മദ്രസ ഡ്രൈവറായ റഷീദ് സാഹിബിന്റെ പിതാവ് മരണപ്പെടുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു QLS-ന്റെ പഠിതാവ് സഗീർ സാഹിബ് ഹോസ്പിറ്റലിലാണ്. പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا اغفر لنا ولوالدينا يا رب العالمين. ربنا تقبل منا صلاتنا وصيامنا وقيامنا يا رب العالمين. اللهم آمنا في أوطاننا. اللهم آمن في فلسطين. اللهم آمن في سوريا. اللهم آمن في إيران. اللهم آمن في كشمير. اللهم آمن في أسام. اللهم أنقذ البيت المقدس يا رب العالمين. آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آله وصحبه أجمعين.